കാട്ടുപന്നി ശല്യം 200 പാവൽ ചെടികൾ നശിപ്പിച്ചു. പൂവഞ്ചിറയിൽ തിങ്കളാഴ്ച രാത്രി കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇലവനാക്കുഴിയിൽ സതീശന്റെ പാവൽത്തോട്ടത്തിലെ 200 ചെടികളാണ് പന്നികൾ കുത്തി നശിപ്പിച്ചത്. എല്ലാ ചെടികളുടെയും വേരുകൾ ഇളക്കിമറിച്ച നിലയിലാണ് ഉള്ളത്. പാട്ടത്തിനടുത്ത 93 സെന്റ് സ്ഥലത്താണ് സതീശൻ കൃഷി ചെയ്തു വരുന്നത്. 2 ഇടത്താണ് പാവൽ കൃഷി നടത്തിയത്. ഇതിൽ ഒരു ഭാഗമാണ് പൂർണ്ണമായും നശിപ്പിച്ചത്. 22 തവണ വിളവെടുക്കാൻ സാധിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പാവൽ കൃഷിയിൽ നിന്നും 3 തവണ മാത്രമേ വിളവെടുത്തിട്ടുള്ളൂ എന്നും ഓണം വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത കൃഷിയാണ് ഇതെന്നും 5 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു എന്നും സതീശൻ പറയുന്നു. ശരാശരി 4000 കിലോ വരെ വിളവ് ലഭിക്കുന്ന ചെടികളാണ് പൂർണ്ണമായും നശിച്ചുപോയത്. മുൻപും കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയും രൂക്ഷമായ തരത്തിൽ ഉണ്ടാകുന്നത് ആദ്യമായാണെന്ന് സതീശൻ കൂട്ടിച്ചേർത്തു. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. മേഖലയിൽ കാട്ടാന ശല്യവും കാട്ടുപന്നി ശല്യവും വളരെ കൂടുതലാണ്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ 200 തടം പാവലും പന്നി വന്ന് കുത്തിക്കളഞ്ഞ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു ദിവസം വന്നിട്ട് ഒരു 5-8 കളയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഞാൻ അതിനെ പ്രതിരോധം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അരമണിക്കൂർ ഇടവിട്ട് പടക്കം പൊട്ടാവുന്ന രീതിയിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 200 തടം കളഞ്ഞു. അത്രയധികം എണ്ണം ഇവിടെ വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 25-30 എണ്ണെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഈ 200 എണ്ണം ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ രീതിയിലാക്കി കളയാൻ പറ്റുള്ളൂ. അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് പല പ്രാവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. ഹൈബ്രിഡ് പാവലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഓണത്തിന് വിളവെടുക്കാൻ ഇന്നിപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വിളവാണ് ഇന്നെടുത്തത്. ഇന്നെടുത്തിട്ട് 600 കിലോ ഇതിൽ നിന്ന് കിട്ടി. ഈ 200 തടത്തിൽ നിന്ന് 600 കിലോ പാവയ്ക്ക് എന്ത് ചെയ്യാൻ പറിച്ചതാണ്. ഈ പന്നി കുത്തി കളഞ്ഞതിന് ശേഷം പറിച്ചെടുത്തതാണ്. വാടി പോകാതിരിക്കാൻ വേണ്ടി അത് കാലത്ത് തന്നെ പറിച്ചെടുത്തു. അതിന് ശേഷം കിടക്കണതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. നല്ല വിളവുണ്ടായിരുന്നു. വേറൊരു കേടുണ്ടായിരുന്നില്ല. സാധാരണ പാവല എല്ലാ പ്രാവശ്യം മുരടിച്ച് പോകാറുണ്ട്. ഈ പ്രാവശ്യം മുരടിപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നല്ല വിളവ് കിട്ടിയാണ്. ധാരാളം ഉണ്ട്. പക്ഷേ ഈ പാവലിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നേന്ത്രവാഴ തിന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിട്ട് എൻ്റെ 4 കൊല കായ, ഏകദേശം 20 കിലോ വരെ വെയിറ്റ് വരുന്ന കായ ഒടിഞ്ഞു തൂങ്ങി കിടന്നത്. അതിൻ്റെ 4 എണ്ണത്തിനെയും വാഴമ ചവിട്ടി ഈ മുൻകാല് വെച്ച് കയറിയിട്ട് എത്രയോളം വെച്ച് അവർ വലിച്ചു ചാടിച്ച് തിന്നു. എനിക്ക് കൃഷി തന്നെയാണ്. ഞാൻ കൃഷി എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ തന്നെ ഞാൻ കൃഷിയായിട്ട് നടക്കുന്ന ആളാണ്. ഇത്രയും വ്യാപകമായ രീതിയിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണു? ഇതൊക്കെ കളയുക. അല്ലാണ്ട് തന്നെ ഇത് ഒന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറുതെ കിടക്കുക. കണ്ടില്ലേ? ഈ കിടക്കണമൊന്നും നമുക്കൊന്നും കിട്ടില്ല. ഇതൊക്കെ ഓണത്തിന് കിട്ടേണ്ട കായകളാണ്. ഇതാകെ വാടി ഇപ്പം തന്നെ വാടി കഴിഞ്ഞു. ഇതൊന്നും മൂത്ത് കിട്ടില്ല.